നമസ്കാരം, ഇത് ഐബിഎൻ മലയാളം. ഭാരതത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ 8ാം തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ധനമന്ത്രി ഇത്രയും തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും അധികം ജനങ്ങൾ കൈയടിച്ച ഒരു ബജറ്റ് ഇല്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. സാമ്പത്തിക വെല്ലുവിളി കാലത്തെ ഏറ്റവും മികച്ച ബജറ്റ് എന്നാണ് 2025 കേന്ദ്ര ബജറ്റിനെ നിരീക്ഷകരടക്കം പറയുന്നത്. ഈ വർഷത്തെ ബജറ്റിൽ നമ്മളെല്ലാവരും കേട്ടതും കൂടുതൽ ശ്രദ്ധിച്ചതുമായ കാര്യം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി നികുതി അടയ്ക്കേണ്ട എന്നതാണ്. അതിൽ തന്നെ കുറേ അധികം പേർ പങ്കുവച്ച ചോദ്യം എന്നത് 12 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർക്കാണോ നികുതി ഇളവ് എന്നതാണ്. എന്നാൽ അതിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനങ്ങളും കൂട്ടിച്ചേർത്ത് പ്രതിമാസം 1 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആണ് വരുമാനമെങ്കിൽ നിങ്ങൾക്ക് നികുതിയില്ല എന്നതാണ്. ഇനി കാര്യത്തിലേക്ക്. നിർമ്മലാ സീതാരാമനെ പോലെ ഇത്രയധികം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യമുനയിൽ നിൽക്കുന്നത് ഈ 12 ലക്ഷത്തിന്റെ കണക്കുകളിൽ തന്നെയാണ്. കോവിഡും യുക്രൈൻ റഷ്യ യുദ്ധവും നടന്നൊരു അതിപരീക്ഷണ കാലഘട്ടത്തിൽ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകരാതെ പിടിച്ചു നിർത്തിയ നിർമ്മലാ സീതാരാമനെ സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർ നിരവധിയാണ്. 2012 ടാക്സ് സ്ലാബ് പ്രകാരം 2 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. മോദി ഭരണത്തിൽ കയറിയ വർഷം അത് 2.5 ലക്ഷമായി ഉയർത്തി. നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി ആയതിനു ശേഷമാണ് അത് ഇരട്ടിയാക്കി 5 ലക്ഷമായി ഉയർത്തിയത്. 4 വർഷങ്ങൾക്ക് ശേഷം അത് 7 ലക്ഷമായി വീണ്ടും ഉയർത്തി. ഇപ്പോൾ 12 ലക്ഷമായും. മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2 ലക്ഷം ടാക്സ് സ്ലാബ് വെച്ച് നികുതി പിരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വികസനവും ഇപ്പോൾ ഇത്രയും നികുതി ഇളവ് ലഭിച്ചിട്ടും നമുക്ക് ലഭിച്ച വികസനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ മാത്രം മതി നിർമ്മലാ സീതാരാമന്റെ വൈദഗ്ധ്യം മനസ്സിലാക്കാൻ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർ 11 ലക്ഷം രൂപ നികുതി അടയ്ക്കണമായിരുന്നു എന്നോർക്കണം. വനിതകൾക്കടക്കം നിരവധി പദ്ധതികളാണ് ഈ ബജറ്റിൽ കൂടി മുന്നിലേക്ക് വെക്കുന്നത്. എന്നിട്ടും ഇളവ് നിർമ്മലാ സീതാരാമനെ പരസ്യമായി തെറിവിളിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടെന്താ? വയനാടിന് കിട്ടിയില്ല. കേരളം എന്താ ഇന്ത്യയിലല്ലേ? ബീഹാറിന് മാത്രമേ എല്ലാം ഉള്ളൂ? യുവജനങ്ങൾക്കൊന്നുമില്ലേ? തുടങ്ങി നിരവധി കുത്തിത്തിരിപ്പ് ക്യാമ്പയിനുകൾ മാത്രം. എന്താ അല്ലേ? ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം.